സോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞു. ഇനി എനിക്ക് എല്ലാവരോടും പറയാനുള്ള റിക്വസ്റ്റ്, അതൊരു ഗെയിം ഷോ ആയിരുന്നു. ഗെയിം കഴിഞ്ഞു, വിട്ടേക്ക്. അവരെല്ലാം കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തേക്ക് ഇറങ്ങി അവരുടെ ഡെയിലി ലൈഫ് റൊട്ടീൻ വർക്ക് കാര്യങ്ങളിലോട്ടൊക്കെ അവർ നമ്മളെപ്പോലെ തന്നെ മിങ്കിളായി തുടങ്ങി. അപ്പോൾ ഇനി അണകോണ ത്രികോണ പറഞ്ഞിട്ട് അവരെ ലൈഫിലോട്ട് കയറി ചെന്ന് സ്പേസ് എടുത്തിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം ഈവൻ വരുന്ന ഇൻ്റർവ്യൂസ് ലൈക്ക് ഇൻ്റർവ്യൂസ് വരുമ്പം അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കമൻറ്റ് ഇടാമെന്നല്ലാതെ അന്ന് അങ്ങനെയായിരുന്നില്ല, ഇന്നങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ അറിയാലോ, സൈബർ ബുള്ളിങ് കാരണം സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ മാന്യമായ രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ എടുക്കാൻ നോക്കുക. ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഇറ്റ്സ് ഡൺ, ഗെയിം ഈസ് ഓവർ. അപ്പോൾ നമ്മുടെ ജിൻഡോ ജയിച്ചത് PR കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ജാസ്മിൻ ആണെങ്കിലും അർജുനാണെങ്കിലും ജിൻഡോയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഓൾമോസ്റ്റ് PR ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ കളി തോറ്റ് കഴിയുമ്പോൾ പറയില്ലേ കള്ളക്കൃതി കാണിച്ചു, അതല്ലെങ്കിൽ ഞാൻ വിട്ടു തന്നുകൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീംസില്ലേ. അപ്പോൾ ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കളിച്ചിട്ടാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്. പിന്നെ പലരുടെ മനസ്സിലും ഇൻക്ലൂഡിങ് മീ ഒരു കയ്യിൽ ജിൻഡോ, ഒരു കയ്യിൽ ജാസ്മിൻ ലാലേട്ടൻ്റെ ആ ഒരു ഇതായിരുന്നു. പെട്ടെന്നാണ് അർജുൻ കയറി വന്നത്. സോ വോട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ ഗെയിം. അത് കഴിഞ്ഞു. അപ്പം ഗെയിമിൽ ഉള്ള കാര്യങ്ങളാണ് ഇവൻ ഞാൻ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജിൻഡോ PR എടുത്തിട്ടാണ് ഇതായത്. അതിന് സിജോയും സംസാരിക്കുന്ന കാരണം ഞാൻ എന്തിനു സന്തോഷിക്കണം. കാരണം ഇപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്ന എന്താണെന്നറിയാമോ, നമ്മുടെ ജോ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നത് കേട്ടോ. സോറി, ഞാൻ നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളാം. അടുപ്പിച്ച് കൂട്ടിയിട്ടൊക്കെ നമുക്ക് അറിയാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, പുള്ളി നമുക്കറിയാം സ്റ്റാർട്ടിങ് തൊട്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ ഗെയിം കളിച്ചും പല രീതിയിൽ ഗെയിമറായിട്ട് കണ്ടാൽ മതി, ഗെയിമറായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ആരുടെയും കുഞ്ഞുമ്മയുടെ മോനൊന്നുമല്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഒരു ഗെയിമിൽ ഒരു വ്യക്തി ഒരു ഗെയിമറായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫിലോട്ടും അയാളുടെ കാര്യങ്ങളോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഈസ് എ ഗെയിമർ ഫോർ us, ഈസ് എ കണ്ടസ്റ്റൻറ്റ് ഫോർ us. ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പം ലൈക്ക് പുള്ളി വെറുതെ നിന്നിട്ട് ശ്രീധുവിനെ പോലെ ആണെങ്കിലും അർജുൻ ആണെങ്കിൽ ടാസ്ക് വൈസ് മാത്രമേ അവിടെ കളിച്ചിട്ടുള്ളൂ. കണ്ടന്റ് വൈസ് പുള്ളി ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒഴുക്കിപ്പെട്ട് വന്ന വ്യക്തിയല്ല. ഒഴുക്കിൽ നല്ല രീതിയിൽ പോരാടി നീന്തി ഇവിടം വരെ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പല ആൾക്കാരും ഇനിയിപ്പോൾ PR കാരനാണ്, അല്ലെങ്കിൽ അത് കാരണമാണ് ഇത് കാരണം എന്നൊക്കെ പറയും. അതൊന്നും ഇത്ര വലിയ സംഭവമൊന്നുമല്ല. അവർക്ക് പറയാൻ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ്. സോ ഡസൻ മാറ്റർ. പുള്ളി കളിച്ചു, പുള്ളി ഡിസേർവ് ചെയ്തു, പുള്ളി കപ്പെടുത്തു. ഇപ്പോൾ ജിൻഡോ ഡിസേർവിങ് പേഴ്സൺ അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല, ജിൻഡോൻ്റെ ഹേറ്റേഴ്സിനല്ലാതെ. ഹേറ്റേഴ്സിനാണെങ്കിൽ പോലും അല്പം മനുഷ്യത്തുള്ളൊരു മനുഷ്യന് പറയാൻ പറ്റും അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അത് BB6 ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി എപ്പോഴും പറയുന്ന പോലെ സോഷ്യൽ കണ്ടൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വരികയാണ്. അപ്പം ഇപ്പം ഉണ്ടായിരുന്ന സപ്പോർട്ട് എല്ലാവരും നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കൂളായിട്ടിരിക്കുക. ബൈ, ടേക്ക് കെയർ.